ജവാനിലെ അഭിനയത്തിന് ഷാറൂഖ് ഖാന് ബെസ്റ്റ് ആക്ടർ അവാർഡ്, കേരള സ്റ്റോറിക്ക് ബെസ്റ്റ് ഡയറക്ടറും ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ അവാർഡും, ബാലയ്യയുടെ ഭഗവൻ കേസരി തെലുഗുവിലെ ബെസ്റ്റ് ഫിലിം. ഈ സിനിമകൾക്കൊക്കെ അവാർഡ് കൊടുത്ത ജൂറി പറയാണ് ആടുജീവിതം സിനിമയ്ക്ക് നാച്ചുറാലിറ്റി ഇല്ലാന്നും പൃഥ്വിരാജിന്റെ ആക്ടിങ് ഒതന്റിക് അല്ലാന്നും. ജൂറിയുടെ ഡിസിഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് അവാർഡ് കിട്ടിയ ഉർവശി തന്നെ പബ്ലിക്കായിട്ട് രംഗത്ത് വരുന്നു. എന്ത് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ഇവർ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തതെന്നും എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനും വിജയരാഘവനും ബെസ്റ്റ് ആക്ടർ അവാർഡ്സ് കൊടുക്കാതിരുന്നതെന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നാഷണൽ അവാർഡ്സിലെ കോൺട്രവേഴ്സീസിനെ പറ്റിയും ജൂറിയുടെ ബാഡ് ഡിസിഷൻസിനെ കളിയാക്കിക്കൊണ്ടും ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ വീഡിയോയിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഇന്ത്യയിൽ എല്ലാ വർഷവും നാഷണൽ ഫിലിം അവാർഡ്സ് ഉണ്ടെന്നും പ്രസിഡന്റ് നേരിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും, അതിപ്പോൾ സിനിമയോട് താല്പര്യമുള്ളവർക്ക് പോലും, എങ്ങനെയാണ് ഒരു സിനിമ ഈ അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതെന്നും ആരാണ് ഇതിന്റെ വിന്നേഴ്സിനെ ചൂസ് ചെയ്യുന്നതെന്നും എന്ത് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ഈ സെലക്ഷൻ നടക്കുന്നതെന്നും അറിയില്ല. നാഷണൽ ഫിലിം അവാർഡ്സിൽ ഉണ്ടാകുന്ന കോൺട്രവേഴ്സീസിനെ പറ്റി മനസ്സിലാക്കാൻ ആദ്യം ഈ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി അറിയണം. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കീഴിൽ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു ഏജൻസി ഉണ്ട്. ഫിലിം ഡെവലപ്മെന്റ് എന്നൊക്കെ പേരുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ബ്യൂറോക്രാറ്റിക് കൺട്രോളുള്ള ഒരു ഏജൻസിയാണിത്. ഇതിന്റെ ഹെഡിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സിവിൽ സർവീസസിൽ നിന്നാണ്. നാഷണൽ അവാർഡ്സിന്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതും സെലക്ഷൻ പ്രോസസ്സിന് മേൽനോട്ടം വഹിക്കുന്നതും അവാർഡ് സെറമണി കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ഇതേ ഏജൻസിയാണ്. ഇതേ NDFC അപ്പോയിന്റ് ചെയ്യുന്ന ഫിലിം ഫീൽഡിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള 11 പേരടങ്ങുന്ന ഒരു സെൻട്രൽ ജൂറിയാണ് നാഷണൽ ഫിലിം അവാർഡ്സിന്റെ എല്ലാ കാറ്റഗറി വിന്നേഴ്സിനെയും സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ജൂറി മെമ്പർ ആവാനുള്ള ക്രൈറ്റീരിയോ ക്വാളിഫിക്കേഷനോ എന്താണെന്ന് എവിടെ മെൻഷൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജൂറിയുടെ ക്വാളിറ്റി കോംപ്രമൈസ് ആവാറുണ്ട്. ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2016 ഫേമസ് ഡയറക്ടർ അടൂർ ഗോപാലകൃഷ്ണൻ മിനിസ്ട്രിക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. ജൂറി സെലക്ഷനിൽ നിലവാരം കീപ്പ് ചെയ്യണമെന്നും ജൂറിയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പബ്ലിക്കിനോട് വെളിപ്പെടുത്തണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അടൂര് മാത്രമല്ല, ജൂറിയുടെ ക്വാളിറ്റി ഇല്ലായ്മയെ പറ്റി പല വെറ്ററൻസും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. 14 പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയ കന്നഡയിലെ ഫേമസ് ഡയറക്ടർ ഗിരീഷ് കസരവള്ളി പറഞ്ഞത്, വെറുതെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ ജൂറിയിൽ കുത്തി നിറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അവർക്കൊരു സിനിമേനെ ക്രിട്ടിക്കലായിട്ടും അനലിറ്റിക്കലായിട്ടും ജഡ്ജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള വ്യക്തികൾ ജൂറിയിൽ ഇല്ലാതാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നാഷണൽ അവാർഡ്സിന്റെ ഹിസ്റ്ററി നോക്കിയാൽ ജൂറിയുടെ ഫേവറേറ്റിസം കാരണം അർഹതപ്പെടാത്ത സിനിമകൾക്ക് അവാർഡ് കിട്ടിയ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ഫേവറേറ്റിസം നടക്കാനുള്ള ഒരു കാരണം ജൂറി സിസ്റ്റത്തിലെ വോട്ടിങ്ങിന്റെ പോരായ്മയാണ്. ബാലറ്റ് വഴിയോ മറ്റ് ഇലക്ട്രോണിക് രീതിയിലോ ഒന്നും ഈ വോട്ടുകൾ രേഖപ്പെടുത്തുന്നില്ല. അതിന് പകരം ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷം ഏതെങ്കിലും ഒരു ഒപ്പീനിയൻ മെജോറിറ്റി ആളുകൾ അക്സെപ്റ്റ് ചെയ്താൽ അത് ജൂറിയുടെ തീരുമാനമായിട്ട് പുറത്തു വരികയാണ് പതിവ്. ജൂറിയിൽ ഫേമസോ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ചെയർമാനോ മെമ്പേഴ്സോ ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ ഒപ്പീനിയന് മറ്റുള്ളവരുടെ ഒപ്പീനിയനേക്കാൾ കൂടുതൽ വെയിറ്റേജ് കിട്ടും. അവർക്ക് ആ ടോട്ടൽ ജൂറിയുടെ ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. അതുവഴി അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അവാർഡുകൾ നൽകാനും പറ്റും. ഇങ്ങനത്തെ ഫേവറേറ്റിസത്തിന്റെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ 2002 അജയ് ദേവ്ഗണിന്റെ ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് ജൂറി ചെയർമാൻ ഡയറക്ടർ പ്രകാശ് ജ ആയിരുന്നു. ജൂറി ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് പ്രകാശ് ജ ഡയറക്ട് ചെയ്തിരുന്ന സിനിമയിലെ നായകൻ ആരായിരുന്നു എന്നറിയാമോ? ഇതേ അജയ് ദേവ്ഗൺ. അതുപോലെ തന്നെ ഡയറക്ടർ പ്രിയദർശൻ ജൂറി ചെയർമാൻ ആയിട്ട് വന്ന വർഷം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് പ്രിയദർശന്റെ ബോളിവുഡിലെ ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അക്ഷയ് കുമാറിന് റസ്തം സിനിമയുടെ ആക്ടിങ്ങിന് വേണ്ടിയിട്ട്. അമീർ ഖാന്റെ ദംഗൽ, ഷാറൂഖ് ഖാന്റെ ഫാൻ, മോഹൻലാലിന്റെ ഒപ്പം, ഫഹദ് ഫാസിലിന്റെ മഹേഷിന്റെ പ്രതികാരം തുടങ്ങി മികച്ച ആക്ടിംഗ് പെർഫോമൻസിലുള്ള ഒരുപാട് സിനിമകൾ വന്ന വർഷമായിരുന്നത്. എന്നിട്ടും അവാർഡ് കിട്ടിയത് അക്ഷയ് കുമാറിന്. ഒപ്പം പുലിമുരുകൻ പോലത്തെ സിനിമകൾക്ക് വേണ്ടിയിട്ട് മോഹൻലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയെങ്കിലും ശരിക്കും ഡിസേർവിംഗ് ആയിരുന്നു മറ്റുള്ളവരെ ജൂറി നെഗ്ലക്ട് ചെയ്തു. സെയിം സിറ്റുവേഷനാണ് ഇത്തവണത്തെ നാഷണൽ അവാർഡിൽ സംഭവിച്ചത്. ഇപ്രാവശ്യത്തെ ജൂറി ചെയർമാൻ അശുതോഷ് ഗോവർക്കർ ഷാറൂഖ് ഖാൻ സിനിമ സ്വദേശിന്റെ ഡയറക്ടറാണ്. സ്വദേശിന്റെ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ഷാറൂഖ് ഖാന് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷെ ആ കൊല്ലം അവാർഡ് കിട്ടിയത് ഹം തും സിനിമയിലെ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് സെയ്ഫ് അലി ഖാനാണ്. അന്ന് സെൻസർ ബോർഡിന്റെ ഹെഡും ഫിലിം ഇൻഡസ്ട്രിയിലും പൊളിറ്റിക്സിലൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള സെയ്ഫ് അലി ഖാന്റെ അമ്മ ഷർമിള ടാഗോറിന്റെ ഇടപെടൽ കാരണമാണ് സെയ്ഫ് അലി ഖാൻ അവാർഡ് കിട്ടിയതെന്നും ഷാറൂഖ് ഖാൻ അവാർഡ് മിസ്സായതെന്ന ആരോപണങ്ങളുണ്ടായിരുന്നു. ഇത് അന്നത്തെ ഒരു വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. സ്വദേശ സിനിമയിലെ ആക്ടിങ്ങിന് വേണ്ടി ഷാറൂഖ് ഖാൻ അർഹിച്ചിരുന്ന പക്ഷെ അന്ന് നഷ്ടപ്പെട്ടു പോയ നാഷണൽ അവാർഡ് ആ സിനിമയുടെ ഡയറക്ടർ ജൂറി ചെയർമാൻ ആയിട്ട് വന്നപ്പോൾ ഷാറൂഖ് ഖാന് നൽകിയതാണെന്നുള്ള ആരോപണങ്ങളുണ്ട്. കാരണം എന്തോ ആയിക്കോട്ടെ, ഇതും ഫേവറേറ്റിസം തന്നെയാണ്. അതുപോലെ രവീണ ടണ്ടൻ എന്ന ആക്ട്രസിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ആ ആക്ട്രസിന്റെ അങ്കിള് ജൂറിയിലെ മെമ്പറായിരുന്നു. ഒരു കാര്യം ക്ലിയർ ആക്കട്ടെ, ഈ ആക്ടേഴ്സ് എല്ലാം മോശക്കാരാണെന്നോ ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അജയ് ദേവ്ഗണും ഷാറൂഖ് ഖാനൊക്കെ ഒരുപാട് മികച്ച പെർഫോമൻസുകൾ വന്നിട്ടുള്ള നല്ല ആക്ടേഴ്സാണ്. പക്ഷെ അവർക്കിപ്പോൾ ഈ നാഷണൽ അവാർഡ് കിട്ടാൻ കാരണമായ പെർഫോമൻസുകൾ ഈ അവാർഡ് അർഹിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഈ സിസ്റ്റത്തിന്റെ വേറൊരു പോരായ്മ, ജൂറിയിലെ വെറും 11 പേരാണ് എല്ലാ കാറ്റഗറി അവാർഡ്സും ചൂസ് ചെയ്യുന്നത്. ഇത്തവണത്തെ ജൂറി തന്നെ നോക്കിയാൽ അതിൽ ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, സ്ക്രീൻ റൈറ്റേഴ്സ് ഉണ്ട്, സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. പക്ഷേ ഒറ്റ മ്യൂസിക് ഡയറക്ടർ ഇല്ല, സ്റ്റണ്ട് ഡയറക്ടർ ഇല്ല, ഡാൻസ് കൊറിയോഗ്രാഫറും ഇല്ല. പിന്നെ ഇവരെങ്ങനെ ടെക്നിക്കലായിട്ട് മ്യൂസിക്കും ഡാൻസും സ്റ്റണ്ട് സീൻസ് ഒക്കെ ജഡ്ജ് ചെയ്യും?
ഇതുകൊണ്ടാണ് പലപ്പോഴും അർഹതപ്പെടാത്ത ആളുകൾക്ക് അവാർഡ് കിട്ടുന്നതും അർഹതപ്പെട്ട ആളുകൾക്ക് അവാർഡ് മിസ്സാവുന്നതും. ജൂറിക്ക് വേണ്ട ടെക്നിക്കൽ നോഹവ് ഇല്ല. ഓസ്കാർ അവാർഡ്സിന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കിയാൽ ഡിഫറെന്റ് രാജ്യങ്ങളിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള 10,000-ഓളം ആളുകളാണ് വോട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് അമീർ ഖാൻ, ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ഇളയരാജ, AR റഹ്മാൻ, റസൂൽ പൂക്കുട്ടി, അനുരാഗ് കശ്യപ്, രാജമൗലി തുടങ്ങിയ പല ആളുകളും അക്കാഡമിയുടെ മെമ്പേഴ്സാണ്. വോട്ടവകാശമുണ്ട്. ഇതിൽ ഷാറൂഖ് ഖാനും അമീർ ഖാനും അമിതാഭ് ബച്ചനൊക്കെ വോട്ട് ചെയ്യുന്നത് ബെസ്റ്റ് ആക്ടർ കാറ്റഗറിക്ക് വേണ്ടി മാത്രമായിരിക്കും. അതുപോലെ AR റഹ്മാനും റസൂൽ പൂക്കുട്ടി, ഇളയരാജയൊക്കെ വോട്ട് ചെയ്യുന്നത് സൗണ്ട് കാറ്റഗറിക്ക് വേണ്ടിയായിരിക്കും. SS രാജമൗലിയും അനുരാഗ് കശ്യപൊക്കെ ബെസ്റ്റ് ഡയറക്ടർക്ക് വേണ്ടി മാത്രമായിരിക്കും വോട്ട് ചെയ്യുക. അതായത് ഓരോ കാറ്റഗറിക്കും ആ കാറ്റഗറിയിലെ എക്സ്പേർട്സ് മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. ബെസ്റ്റ് ഫിലിമിന് എല്ലാവരും വോട്ട് ചെയ്യും. ഇതിനെ നമ്മുടെ ഫിലിം അവാർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്താലോ, ഇവിടെ സ്പെഷ്യൽ എഫക്ട്സ്, സിനിമാറ്റോഗ്രഫി, മേക്കപ്പ്, കോസ്റ്റ്യൂം ഡിസൈൻ തുടങ്ങി പല കാറ്റഗറീസിന് അവാർഡ് തീരുമാനിക്കുന്നത് ആ കാറ്റഗറി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ടെക്നിക്കലി മച്ച് ബെറ്റർ സിനിമകൾ വന്നിട്ടും കേരള സ്റ്റോറി പോലത്തെ സിനിമയ്ക്കൊക്കെ സിനിമാറ്റോഗ്രഫി അവാർഡ് കിട്ടുന്നത്. ഇത്തവണത്തെ നാഷണൽ അവാർഡ് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഷെയർഡാണ് ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡും ഷെയർഡാണ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡും ഷെയർഡാണ്. ബെസ്റ്റ് എന്ന വാക്കിനർത്ഥം എന്താ? മികച്ചത്. അതായത് ഒരാൾ. പക്ഷെ എന്നിട്ടും എല്ലാ അവാർഡുകളും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിലെ ജൂറിയുടെ പോരായ്മയാണ് കാണിക്കുന്നത്. ഫിലിം അവാർഡ്സിന്റെ ഗൈഡ് ലൈൻസിൽ പറയുന്നത് ഒരു കാറ്റഗറി അവാർഡ് ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. എക്സ്ട്രീം കേസസിൽ അവാർഡിന്റെ പ്രസ്റ്റീജ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ അവാർഡ് ഷെയർ ചെയ്യാം. പക്ഷേ ഈ അവാർഡ് ഷെയറിംഗ് ഇപ്പോൾ വളരെ നോർമലാണ്. ഒരു അവാർഡ് അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കും, ഒന്ന് വേണ്ടപ്പെട്ട ആൾക്ക് കൊടുക്കും, എല്ലാവരും ഹാപ്പി. ഓൾമോസ്റ്റ് 100 വർഷത്തെ ഓസ്കർ അവാർഡ്സിന്റെ ചരിത്രത്തിൽ അവാർഡ് ഷെയർ ചെയ്തത് വെറും 6 പ്രാവശ്യം മാത്രമാണ്. ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഓസ്കാറിൽ ഒരു പർട്ടിക്കുലർ അവാർഡിന് വേണ്ടിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂറിക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ഇതിനൊക്കെ പുറമെയാണ് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ. നാഷണൽ ഫിലിം അവാർഡ്സിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ജൂറി അവരുടെ തീരുമാനം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് റെക്കമെൻഡ് ചെയ്യണം. ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് മിനിസ്ട്രി ആയിരിക്കും. അതുപോലെ ജൂറി ഡിസ്കഷൻസ് നടത്തുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസോ ക്ലാരിഫിക്കേഷൻസോ നൽകാൻ വേണ്ടിയിട്ട് മിനിസ്ട്രിയിലെ ഒരു റെപ്രസെൻറ്റേറ്റീവിന് വേണമെങ്കിൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കാം എന്നൊരു ക്ലോസും ഉണ്ട്. അതായത് അവാർഡ് സെലക്ഷനിൽ ജൂറിക്ക് ഒരു കംപ്ലീറ്റ് ഫ്രീഡം ഗവൺമെന്റ് കൊടുക്കാറില്ല. ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നാഷണൽ ഫിലിം അവാർഡ്സിന് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടല്ല. 1985 ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള അവാർഡിന്റെ പേര് ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ എന്ന് വരെ മാറ്റിയിരുന്നു. 2008 UPA ഗവൺമെന്റിന്റെ സമയത്ത് ഗുജറാത്ത് കലാപത്തിനെ ബേസ് ചെയ്ത് ഇറങ്ങിയ അവരെ ഫേവർ ചെയ്യുന്ന ഫിറാഖ് എന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടി. BJP ഗവൺമെന്റ് വന്നപ്പോൾ അവരുടെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന കശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി തുടങ്ങിയ സിനിമകൾക്ക് അവാർഡുകൾ കിട്ടുന്നു. അത് മാത്രമല്ല, ഗവൺമെന്റിന്റെ ഇമേജ് മോശമാക്കാൻ ചാൻസ് ഉള്ള ഇന്ത്യയിലെ കാസ്റ്റിസം, പോവർട്ടി തുടങ്ങിയ സോഷ്യൽ ഇഷ്യൂസിനെ ബേസ് ചെയ്ത് വരുന്ന സിനിമകളും നെഗ്ലക്ട് ചെയ്യപ്പെടുന്നു. ഐഡിയോളജിയുടെ പേരിൽ മാത്രമല്ല, പൊളിറ്റിക്കൽ ഫേവറിസത്തിന് വേണ്ടിയിട്ടും നാഷണൽ അവാർഡ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. BJPയുടെ ഒരു മേജർ കൊയിലേഷൻ പാർട്ട്ണറാണ് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി. ഈ ചന്ദ്രബാബു നായിഡുവിന്റെ അളിയനാണ് ബാലയ്യ. മാത്രമല്ല, ചന്ദ്രബാബു നായിഡുവിന്റെ ഒരേ ഒരു മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ബാലയ്യയുടെ മകളെയാണ്. TDP ആയിട്ട് ഇത്ര അധികം റിലേഷൻഷിപ്പ് ഉള്ള ബാലയ്യയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന വഴി TDP-BJP ബന്ധം കൂടുതൽ സ്ട്രോങ് ആക്കാൻ പറ്റും. ഈ വർഷത്തെ നാഷണൽ അവാർഡിൽ മികച്ച തെലുഗു സിനിമ അവാർഡ് കിട്ടിയത് ബാലയ്യയുടെ ഭഗവാൻ കേസരി സിനിമയ്ക്കാണ്. മാത്രമല്ല, ഈ വർഷമാണ് ബാലയ്യയ്ക്ക് പത്മഭൂഷൺ അവാർഡും കിട്ടിയത്. കേരള സ്റ്റോറി പോലത്തെ സിനിമയ്ക്ക് പൊളിറ്റിക്കൽ ഫേവറേറ്റിസം കാരണം മൾട്ടിപ്പിൾ നാഷണൽ അവാർഡ്സ് കിട്ടുന്നതുകൊണ്ട് ആ സിനിമയുടെ പോപ്പുലാരിറ്റി കൂടാനോ അത് കൂടുതൽ ആളുകൾ കാണാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ ശരിക്കും അവാർഡ് അർഹതപ്പെട്ടിരുന്ന ഒരുപാട് ആളുകൾക്ക് അത് നഷ്ടപ്പെടും. നാഷണൽ ഫിലിം അവാർഡ്സ് ആണെങ്കിലും ഇതിന്റെ ജൂറി ഫോർമേഷനിൽ ഒരു ബോളിവുഡ് ഡോമിനൻസ് ഉണ്ട്. പല റീജിയണൽ സിനിമകളും ഇന്ന് നെഗ്ലക്റ്റ് ഫേസ് ചെയ്യുന്നു. 2010 മുതലുള്ള ജൂറി ചെയർമാൻസിന്റെ പേര് മാത്രം നോക്കിയാൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും ബോളിവുഡിൽ നിന്നുള്ളവരാണ്. അതുപോലെ തന്നെ അവാർഡ് സെലക്ഷനിൽ സെൻട്രൽ ജൂറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 റീജിയണൽ ജൂറീസ് ഉണ്ട്. ലാംഗ്വേജിന്റെ ബേസിസിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പഞ്ചാബി, ഭോജ്പുരി, ഹിന്ദി നോർത്തേൺ റീജിയൻ, മറാഠി, ഗുജറാത്തി വെസ്റ്റേൺ റീജിയൻ, ആസാമി, ബംഗാളി ഈസ്റ്റേൺ റീജിയൻ, മലയാളം, തമിഴ് സദേൺ റീജിയൻ 1, കന്നഡ, തെലുങ്കു സദേൺ റീജിയൻ 2. ഓരോ റീജിയണൽ ജൂറിയും അതത് ഭാഷകളിൽപ്പെട്ട സിനിമകൾ കണ്ടിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സിനിമകൾ സെൻട്രൽ ജൂറിക്ക് അയച്ചു കൊടുക്കും. സെൻട്രൽ ജൂറി ഇതിൽ നിന്ന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അതായത് സിനിമകൾ നോമിനേറ്റ് ചെയ്യുന്ന റീജിയണൽ ജൂറിയും അതിൽ നിന്ന് വിന്നേഴ്സിനെ തീരുമാനിക്കുന്ന സെൻട്രൽ ജൂറിയും. ഇത്തവണത്തെ നാഷണൽ ഫിലിം അവാർഡ്സിൽ മലയാളം, തമിഴ് റീജിയണൽ ജൂറി നോക്കിയാൽ അതിന്റെ ഹെഡ് അഭിജിത്ത് ദേശ്പാണ്ഡെ ഹിന്ദി ഇൻഡസ്ട്രി എന്നുള്ള ആളാണ്. 4 ജൂറി മെമ്പേഴ്സിൽ ഒരാൾ മാത്രമേ മലയാളിയുള്ളൂ. ഇങ്ങനെ റീജിയണൽ ജൂറിയിൽ ആ റീജിയനിൽപ്പെട്ട ആളുകൾ ഇല്ലാതാകുമ്പോൾ പല മികച്ച സിനിമകളും പലപ്പോഴും നോമിനേറ്റ് ചെയ്യപ്പെടാതെ പോകാം. 2018 പേരമ്പ്, പാരിയേരും പെരുമാൾ, വട, ചെന്നൈ, 96 പോലത്തെ പല സിനിമകൾ ഇറങ്ങിയിട്ടും തമിഴ് ഇൻഡസ്ട്രിക്ക് ഒരൊറ്റ നാഷണൽ അവാർഡ് പോലും കിട്ടാതെ പോയപ്പോൾ ഫേമസ് ഫിലിം മേക്കർ ആയിട്ടുള്ള ഭാരതിരാജ പറഞ്ഞത് റീജിയണൽ ജൂറിയിൽ തമിഴൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ സിനിമകൾക്കൊന്നും നോമിനേഷൻ ലഭിക്കാതെ പോയതെന്നാണ്. നാഷണൽ ഫിലിം അവാർഡ്സ് കൂടുതൽ ക്രെഡിബിൾ ആവണമെങ്കിൽ ജൂറി സെലക്ഷൻ ട്രാൻസ്പെറന്റ് ആണ്.
അതുപോലെ തന്നെ ഇത്തവണത്തെ ഫിലിം അവാർഡ്സിന് ശേഷം ആക്ട്രസ് ഉർവശി പറഞ്ഞ പോലെ എന്ത് മാനദണ്ഡത്തിന്റെ ബേസിസിലാണ് അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ജൂറി വ്യക്തമാക്കണം. ബോളിവുഡിന്റെ ഡോമിനൻസ് കുറച്ച് അണ്ടർ റെപ്രസെന്റഡ് ആയിട്ടുള്ള മറ്റ് ഇൻഡസ്ട്രീസിന് കൂടുതൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നു. ഇപ്പോഴുള്ള വെർബൽ വോട്ടിങ്ങിന് പകരം ഓസ്കാറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ സീക്രട്ട് ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റം നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ജൂറി മെമ്പേഴ്സിന് കുറച്ചുകൂടി ഓപ്പണും ഫ്രീ ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ CAG പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ഈ വോട്ടുകളൊക്കെ ഓഡിറ്റ് ചെയ്യാനും പറ്റും. ഗവൺമെന്റുകളുടെ കൺട്രോൾ ഇല്ലാത്ത US-ലെ ഓസ്കർ അവാർഡ്സും ഫ്രാൻസിലെ സീസർ അവാർഡ്സും UK-ലെ ബാഫ്റ്റ അവാർഡ്സും സ്പെയിനിലെ ഗോയ അവാർഡ്സും പോലെ ഇൻഡിപെൻഡന്റ് ബോഡീസ് ഫിലിം അവാർഡ്സ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ അവാർഡുകളും ട്രാൻസിഷൻ ചെയ്യണം. ഇതിനൊക്കെ പുറമെ മാറുന്ന കാലത്തിനും ടെക്നോളജിക്കും അനുസരിച്ച് നമ്മുടെ നാഷണൽ അവാർഡ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യണം. വളരെ ടെക്നിക്കലായിട്ടുള്ള സിനിമയിലെ സൗണ്ട് പോലത്തെ ഡിപ്പാർട്ട്മെന്റ്സിലെ റെക്കോർഡിംഗ്, മിക്സിംഗ് തുടങ്ങി പല സെക്ഷൻസിനും ഡിഫറൻറ്റ് അവാർഡ്സ് വേണമെന്നുള്ള ഡിമാൻഡ് ആ ഫ്രട്ടേണിറ്റിന് ഇതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. ഈ ചേഞ്ചസ് ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ്സ് മൊത്തത്തിലൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ അവസാനിക്കൂ. നാഷണൽ ഫിലിം അവാർഡ്സിൽ മാത്രമല്ല ഈ ഫേവറേറ്റീസ് ഒക്കെ ഉള്ളത്, ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിലുണ്ട്. സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ജൂറിയെ സെലക്ട് ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയാണ്. ഇതേ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് ഡയറക്ടർ കമലിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും ഡയറക്ടർ രാജീവ് രവിയുടെ ഭാര്യ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാന്റെ ഇൻഫ്ലുവൻസ് കാരണം ഡയറക്ടർ ബിനീന്റെ 19ാം നൂറ്റാണ്ട് എന്ന സിനിമ അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെടാതെ പോയതും അതുമായിട്ട് ബന്ധപ്പെട്ട് ജൂറിയിൽ തന്നെയുള്ള ഒരു അംഗത്തിന്റെ ഫോൺ കോൾ ലീക്ക് ആയതൊക്കെ സ്റ്റേറ്റ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കോൺട്രവേഴ്സീസ് ആണ്. ഇന്ന് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അവാർഡ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിൽ പലതും കൊമേഴ്ഷ്യലൈസ്ഡും പെയ്ഡും ആണ്. ചില ഫംഗ്ഷൻസിലൊക്കെ കൊടുക്കുന്ന അവാർഡ്സ് കണ്ട ഇതൊക്കെ എന്ത് കാറ്റഗറി ആണെന്നും ഈ കാറ്റഗറിയൊക്കെ കണ്ടുപിടിച്ചത് ആരാന്നും വരെ തോന്നിപ്പോകും. പക്ഷേ ഒരു നാഷണൽ അവാർഡ് അങ്ങനെയല്ല. അത് രാജ്യം നൽകുന്ന ആദരവാണ്, പ്രസിഡന്റ് നേരിട്ട് നൽകുന്ന അംഗീകാരം. അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കിട്ടാവൂ. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്.